250 സ്നേഹസംഗമത്തിന്റെ തിരുമുറ്റത്തെത്തി നിൽക്കുന്നു. വിനയവും സേവനവുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. മറ്റുള്ളവരുടെ വേദനകളിൽ കൂടെ നിൽക്കാനും അവരെ സഹായിക്കാനും കാണിക്കുന്ന മനസ്സിന്റെ വിശാലത കാണിച്ചു തരുന്ന ദിവസങ്ങളിലൂടെ കടന്നു പോവുകയാണ്. നാളെ പ്രത്യാശയുടെ ഈസ്റ്റർ ആഘോഷിക്കാൻ നമ്മൾ ഒരുങ്ങിയിരിക്കുന്നു. ശാന്തമായ ഒരു മനസ്സ് ഏത് വലിയ പ്രതിസന്ധികളെയും നേരിട്ട് നിറനിമിഷങ്ങളിലേക്ക് കടക്കാം. പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നതിനായി കൈകൾ കൂപ്പി കണ്ണുകൾ താഴ്ത്തി നിൽക്കുന്നു, നാഥ നിൽക്കുന്നു. വിനയമുടങ്ങി സന്നിധി ചേർന്ന് നിൽക്കുന്നു, നാഥ നിൽക്കുന്നു. പ്രാർത്ഥന തെല്ലും വശമില്ല, തിരുഹിതമറിയാൻ കഴിവില്ല. പ്രാർത്ഥന തെല്ലും വശമില്ല, തിരുഹിതമറിയാൻ കഴിവില്ല. കർത്താവേ നീയല്ലാതെല്ലാശ്രയമാരും, ഭൂമിയിലാശ്രയമാരും. കർത്താവേ നീയല്ലാതെല്ലാശ്രയമാരും, ഭൂമിയിലാശ്രയമാരും. ചുങ്കക്കാരും പാപികളും തൃക്കണ്ണുകളാൽ കൃപ കണ്ടു. ചുങ്കക്കാരും പാപികളും തൃക്കണ്ണുകളാൽ കൃപ കണ്ടു. നൂതനമായൊരു വെള്ളി വെളിച്ചം വീശുന്നത് കണ്ടു, അവരതിൽ ഉൾപ്പുളകം കൊണ്ടു. നൂതനമായൊരു വെള്ളി വെളിച്ചം വീശുന്നത് കണ്ടു, അവരതിൽ ഉൾപ്പുളകം കൊണ്ടു. കർത്താവേ നീ കൽപ്പിക്കും കാര്യം ചിതമായി ചെയ്തിടുവാൻ. കർത്താവേ നീ കൽപ്പിക്കും കാര്യം ചിതമായി ചെയ്തിടുവാൻ. കൽപ്പന തീരും മുൻപേ നീ ശക്തി പകർന്നിടണേ. കൽപ്പന തീരും മുൻപേ നീ ശക്തി പകർന്നിടണേ. കഴിഞ്ഞു. താങ്ക് യു. വളരെ മനോഹരമായി ലിസ്റ്റേച്ചി പ്രാർത്ഥന ഗാനം ആലപിച്ചു. താങ്ക് യു. ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നതിനായി കുമാരി LCTPയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഗൂഗിൾ മീറ്റ് വഴി നടത്തപ്പെടുന്ന 250ാമത് സ്നേഹസംഗമത്തിന് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്ന ദൗത്യമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ആദ്യമേ തന്നെ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും നാൾവഴികൾ പിന്നിട്ട് പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഉയർപ്പ് തിരുനാളിന്റെ മംഗളങ്ങൾ ആശംസിച്ചുകൊള്ളുന്നു. ആദ്യമായി ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ്ബ് ഡയറക്ടറുമായ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMI നമ്മുടെ സ്വന്തം അച്ഛനെ ഈ സ്നേഹ സംഗമത്തിന് അധ്യക്ഷപദം അലങ്കരിക്കുന്നതിനായി സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. 250ാമത് സ്നേഹസംഗമം ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി എൽത്തുരുത്ത് സെന്റ് അലൂഷ്യസ് ബോർഡിംഗ് ഹൗസ് റെക്ടർ റവറൻ ഫാദർ അൽജോ കൊമ്പൻ CMI അച്ഛനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. മുഖ്യാതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന പൂളിമുത്തം NM LP സ്കൂൾ റിട്ടയർഡ് HM ശ്രീമതി ലാലി ടീച്ചറിനെ സ്നേഹപൂർവ്വം ഈ സ്നേഹ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് ആലുവ ചുണങ്ങംവേലി ജോ മൗണ്ട് പബ്ലിക് സ്കൂൾ അധ്യാപികയായ ശ്രീമതി രാഗി തോമസ് ടീച്ചറാണ്. ടീച്ചറിനെ വളരെ സ്നേഹപൂർവ്വം ഈ സ്നേഹ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സ്നേഹ സംഗമത്തിന് ആശംസ പറയാൻ എത്തിച്ചേർന്നിരിക്കുന്നത് പുളിയിനം സ്കൂൾ സ്റ്റാഫ് മികച്ച BLO ആയി തിരഞ്ഞെടുക്കപ്പെട്ട തിരുഹൃദയ ഗ്രൂപ്പ് അംഗം നമ്മുടെ എല്ലാം കൂട്ടുകാരി കുമാരി ഡെറ്റിയാണ്. ഡെറ്റിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വളരെ ഭംഗിയായി അവതരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കുമാരി ലീന MJ നാട്ടികയെ ഈ സ്നേഹ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ മനോഹരമായി പ്രാർത്ഥനാഗാനം ആലപിച്ച ശ്രീമതി ലിസി ചേച്ചിയെ സ്വാഗതം ചെയ്യുന്നു. വളരെ വ്യക്തതയോടെ ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തി റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി എത്തിയിരിക്കുന്ന ശ്രീ ജോസേട്ടൻ കൊരട്ടിയെ വളരെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു.
250ാമത് ചേർന്ന എല്ലാവർക്കും നന്ദി പറയുന്നതിനായി ശ്രീ ജിഫിൻ ഇരിഞ്ഞാലക്കുടയെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സ്നേഹസംഗമത്തിന് എത്തിച്ചേർന്ന ദർശന ക്ലബ്ബ് പ്രസിഡന്റ് ശ്രീ സാജു ജോൺ, PRO പിയൂസ് കോട്ടപ്പുറം, എല്ലാ ഗ്രൂപ്പ് ലീഡർമാർക്കും എല്ലാ ഗ്രൂപ്പ് അംഗങ്ങൾക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ ദൗത്യം പൂർത്തീകരിക്കുന്നു. ഒരു മിനിറ്റ് പോലെ ഇന്ന് അധ്യക്ഷനായിരിക്കുന്നത് അഖിൽ കുമാറാണ്. ഒന്ന് സ്വാഗതം ചെയ്തു. അഖിൽ കുമാർ, ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ്ബ് ആരാ? അഖിൽ കുമാർ അഖിൽ കുമാറിനെ സ്നേഹപൂർവ്വം, വൈസ് പ്രസിഡന്റ് അഖിൽ കുമാറിനെ ഈ സ്നേഹ സംഗമത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വളരെ മനോഹരമായി ഏവരെയും LC സ്വാഗതം ചെയ്തു. താങ്ക് യു. ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തി റിപ്പോർട്ട് വളരെ വ്യക്തവും സ്പഷ്ടവുമായി അവതരിപ്പിക്കുന്നതിന് ശ്രീ ജോസേട്ടൻ കൊരട്ടിയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഓക്കെ കേൾക്കാലോ. സ്നേഹമുള്ളവരെ, ഇന്ന് ദർശനായാണ് ഇന്നത്തെ കാര്യപരിപാടി നടത്തുന്നത്. സ്നേഹസംഘം അടുത്ത ആഴ്ച VI ഗ്രൂപ്പാണ് നടത്തേണ്ടത്. ഇന്നാരെങ്കിലും ഹാപ്പി ബർത്ത്ഡേ ഉണ്ടോ എന്നറിയില്ല. എല്ലാവർക്കും സ്നേഹപൂർവ്വം ദുഃഖവെള്ളി കഴിഞ്ഞു, ദുഃഖശനി ഇന്ന്. നാളെ ഈസ്റ്ററിന്റെ എല്ലാ മംഗളങ്ങളും സ്നേഹപൂർവ്വം നേരുന്നു. 2017 ഡിസംബർ 10 ദർശന ക്ലബ്ബ് തൃശ്ശൂരിൽ ആരംഭം കുറിച്ചു. തുടർന്ന് 4 വർഷങ്ങൾക്ക് ശേഷം 2022 ജനുവരി 19 ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഒരു യൂണിറ്റായി പ്രവർത്തിച്ചു വരുന്നു. 2024 ജനുവരി 19 ദർശന ക്ലബ്ബ് രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ടു. ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവൻ മുഖ്യമായും ഭിന്നശേഷിക്കാരുടെ സർവോന്മുഖ പുരോഗതിക്ക് വേണ്ടിയും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ വ്യക്തികളുടെ ക്ഷേമപ്രദങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിക്കറ്റിന് വേണ്ടി കാഴ്ചപരിമിത 3 ടീമുകൾ, പൂർണ്ണ കാഴ്ചപരിമിത 2 ഫുട്ബോൾ ടീം, ഭാഗിക കാഴ്ചപരിമിത 2 ഫുട്ബോൾ ടീം പ്രവർത്തിച്ചു വരുന്നു. കാഴ്ചപരിമിത ശിങ്കാരിമേള ടീം, ഓർക്കസ്ട്ര ടീം, അവിടെ തന്നെ ഫ്യൂഷൻ ടീം, നാടൻ പാട്ട് എന്നിവ എടുത്തു പറയത്തക്ക ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ്. കൂടാതെ കാഴ്ചപരിമിതർക്ക് വേണ്ടിയുള്ള ചെസ്സും ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു. ദർശന സ്വിമ്മിംഗ് ടീം കാഴ്ചപരിമിതർക്കും ചലന പരിമിതർക്കും ഉയരം കുറവുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ നീന്തൽ പരിശീലനം നൽകുകയും ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിലേക്ക് മത്സരങ്ങൾക്കായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദർശന വീൽ ചെയർ ബാസ്കറ്റ്ബോൾ ടീം ചലന പരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽ ചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും സംസ്ഥാന, ദേശീയ തലങ്ങളിലേക്ക് സജ്ജരാക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ് ചലന പരിമിതർക്ക് പാട്ടുകൾ പാടുന്നതിനും മാനസിക ഉല്ലാസത്തിനും ബുദ്ധിവളർച്ചയ്ക്കും വേണ്ട കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തി വരുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്ന വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. തിരുഹൃദയ ഗ്രൂപ്പ് ചലന പരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയുടെ ആശ്വാസം നൽകുന്ന ഒരു ഗ്രൂപ്പാണ്. പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം വേദനകൾ പങ്കുവയ്ക്കുവാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുന്നതിനുള്ള ഗ്രൂപ്പാണിത്. ദർശന ലിറ്റിൽ ബ്രദറൻ ഗ്രൂപ്പ് ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. ഇതിലൂടെ അവരുടെ മാനസിക, ശാരീരിക വേദനകൾ പരസ്പരം പങ്കുവയ്ക്കുവാനും കലാ, കായിക, വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. മാർഗദർശികളുടെ കൂട്ടായ്മ ദർശന ക്ലബിന്റെ ചാനലിലൂടെ മാർഗദർശികളുടെ അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ഈ അഭിമുഖത്തിൽ കാഴ്ച പരിമിതരും ചലന പരിമിതരും ഉയരം കുറഞ്ഞവരുമായിട്ടുള്ള 439 വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. അവർ ലേഡി ഓഫ് സോറസ് വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് വ്യാകുല മാതാവിന്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക, ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ധൈര്യം സംഭരിക്കുന്നതിനും പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ മക്കൾക്കും വിദ്യാഭ്യാസത്തിന് വേണ്ടി സാമ്പത്തികമായി സഹായം നൽകുന്നതിനും ഈ ഗ്രൂപ്പിൽ അവർ തയ്യാറാകുന്നു. ദർശന യൂട്യൂബ് ചാനൽ 2020 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന ക്ലബ് യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനമായ ചാനലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 10,000-ൽ പരം സബ്സ്ക്രൈബേഴ്സ് ഇതിലുണ്ട്. ദർശന ക്ലബിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഭിന്നശേഷിക്കാരുടെ കലാവാസനകൾ പ്രകടമാക്കുന്നതിനും കനവെന്ന പ്രോഗ്രാം, ആത്മീയമായി ഉന്നമനത്തിന് വേണ്ട ക്ലാസുകൾ, സമകാലിക വാർത്തകൾ, സ്നേഹസംഗമം തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പ്രവർത്തിച്ചു വരുന്നു. വർഷത്തിലൊരിക്കൽ ഇരിഞ്ഞാലക്കുട കോളേജിൽ വെച്ച് അത്ലറ്റ് മീറ്റും
എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വടംവലി മത്സരവും നടത്തി വരുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദയാത്രകളും ഉപജീവനാർത്ഥം സ്വയം തൊഴിലിന് വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കുന്നതിന് സുമനസ്സുകളായ വ്യക്തികളുടെ DSS ദർശന ഫ്രണ്ട്സ് ഗ്രൂപ്പും പ്രവർത്തിച്ചു വരുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ന്യൂനതവും ക്രിയാത്മകമായ ചിന്തകൾ പങ്കുവയ്ക്കുവാനും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നതിനു വേണ്ടി ഒരു ഉപദേശക സമിതിയും പ്രവർത്തിച്ചു വരുന്നു. സ്നേഹസംഗമം എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഓൺലൈനിൽ സ്നേഹസംഗമം കൂട്ടായ്മ നടത്തി വരുന്നു. ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്ന മത നേതാക്കന്മാരിലൂടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മോട്ടിവേഷൻ ക്ലാസുകളും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ വരുന്ന വ്യക്തികളുടെ മുഖ്യ പ്രഭാഷണങ്ങളും ഡിപ്പാർട്ട്മെന്റുകളെ പറ്റി പരിചയപ്പെടുത്തലുകളും സമൂഹത്തിന്റെ മുൻനിരയുള്ള വ്യക്തികളുടെ പ്രസംഗങ്ങളും നടത്തി വരുന്നു. സ്നേഹിതരെ, 28/3/2026 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഡയറക്ടർ റവറന്റ് ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMAയുടെ അധ്യക്ഷതയിൽ ചേർന്ന 249ാമത് സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട്. ഇന്നത്തെ സ്നേഹസംഗമം നടത്തിയത് ദർശന തിരുഹൃദയ ഗ്രൂപ്പാണ്. അവതരണം കുമാരി സിമിൽ സെബാസ്റ്റ്യൻ കോട്ടയം. പ്രാർത്ഥന ശ്രീമതി ജെസ്സി എരുമപ്പെട്ടി. സ്വാഗതം കുമാരി മേരി വടൂക്കര. ഗ്രൂപ്പ് പരിചയപ്പെടുത്തിയ റിപ്പോർട്ട് അവതരണം ശ്രീ KJ ജോസ് കൊരട്ടി. റിപ്പോർട്ട് യോഗം പാസാക്കി. തുടർന്ന് അധ്യക്ഷൻ. ഇന്ന് എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും അംഗങ്ങൾക്കും സ്വാഗതവും നന്ദി. ദർശന നിങ്ങളെ വളർത്തുന്ന ഒരു പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏത് പരിപാടി നടത്തുമ്പോഴും 1 മാസം മുൻപ് പറയുന്നുണ്ട്. പരിപാടി കഴിയുമ്പോൾ വിളിച്ചിട്ട് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്നത് ശരിയായ രീതിയല്ല. നാം അറിവുള്ളവരായിരിക്കുക, നല്ലത് ചിന്തിക്കുക, നല്ലത് പറയുക. ഇന്ന് പുത്തൻപള്ളിയിൽ ബ്ലൈൻഡ്സിന് വേണ്ടി കുരിശിന് വഴി നടത്തുന്നുണ്ട്. പറ്റാവുന്നവർ സഹകരിക്കുക, പങ്കെടുക്കുക. 11 വീൽ ചെയർ മെഡിക്കൽ ക്യാമ്പിൽ കൊടുത്തു. 12 വീൽ ചെയർ ബാസ്കറ്റ് ബോളിന് കൊടുത്തു. എല്ലാവർക്കും ഇന്ന് വന്നവർക്ക് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഉദ്ഘാടനം ചെയ്തത് ഇപ്പോൾ മുരിങ്ങോട് ഡിവൈൻ റിട്രീറ്റ് സെന്ററിൽ ധ്യാനിപ്പിക്കുന്ന കേരളത്തിലെ ബിഷപ്പ് ഹൗസ് അഡ്മിനിസ്ട്രേറ്റർ അസിസ്റ്റന്റ് വൊക്കേഷൻ പ്രൊമോട്ടറായ റവറന്റ് ഫാദർ ആൽവിൻ വർഗീസ് അച്ഛനായിരുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഈശോ വിളിച്ചത് അന്ധന്മാരെയും കുഷ്ഠരോഗികളെയും ആയിരുന്നു. രോഗികൾ, അനാഥർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയാണ്. നിങ്ങൾ ദൈവത്തിന്റെ സ്വന്തം മക്കളാണ്. നിങ്ങൾ ഭാഗ്യപ്പെട്ട ഒരു ജനതയാണ്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ മഹത്തരമാണ്. ജോസേന്റെ റിപ്പോർട്ട് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. എന്നെ വിളിച്ച നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടെ യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. ദർശന പാരാത്മീറ്റ് ഗ്രൂപ്പ് നടത്തിയ പാർട്ടി ഗാന മത്സര വിജയികൾ: ഫസ്റ്റ് ക്ലാര ജോസഫ്, സെക്കൻഡ് സാജു ജോൺ മണ്ണുത്തി, തേർഡ് സജി വാഗമൺ, CB വർഗീസ്. അഭിനന്ദനങ്ങൾ പങ്കെടുത്ത എല്ലാവർക്കും. മുഖ്യാതിഥിയായി വന്നത് ചെന്നൈ KK നഗറിലെ ESI മെഡിക്കൽ കോളേജിലെ ഡോക്ടർ CBയ ബാബു MBBS ആയിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആളൂരാണ് താമസിക്കുന്നത്. മേരി ചേച്ചിയാണ് എന്നെ ക്ഷണിച്ചത്. ക്യാൻസർ പലതരത്തിലുണ്ട്. പുരുഷന്മാർക്ക് അധികം വരുന്നത് വായിലാണ്. പുകവലിക്കുന്നവരിലാണ് ഏറ്റവും അധികം വരുന്നത്. കിടപ്പ് രോഗികൾ 2 മണിക്കൂറിൽ താഴെ തിരിഞ്ഞു കിടക്കണം. പ്രമേഹം കൺട്രോൾ ചെയ്യണം. ഷുഗർ ഉണ്ടായാൽ മുറിവ് ഉണങ്ങില്ല. ഭക്ഷണത്തിൽ പ്രോട്ടീൻ ഉൾപ്പെടുത്തണം. എന്നെ വിളിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ദർശന സർവീസ് സൊസൈറ്റി ഫെബ്രുവരി മാസത്തിൽ നടത്തിയ ചെറുകഥാ മത്സര യൂട്യൂബ് ന്യൂസ് വിജയികൾ: ഫസ്റ്റ് പ്രിൻസി ചാക്കോ, സെക്കൻഡ് സിമി ജോജു, തേർഡ് ലിസി തിമോത്തി. മത്സരിച്ചവർക്കും വിജയികൾക്കും അഭിനന്ദനങ്ങൾ. ആശംസ പറഞ്ഞത് ദർശന തിരുഹൃദയ ഗ്രൂപ്പ് അംഗം ശ്രീ സജീവ് KK അടിമാലിയാണ്. 249ാം സ്നേഹസംഗമത്തിലെത്തിയ തോളമനച്ച ഉദ്ഘാടനം ചെയ്ത ആൽവിനച്ച, മുഖ്യാതിഥി ഡോക്ടർ, മറ്റെല്ലാവർക്കും നമസ്കാരം. 2014 സ്കെയർ കേസ് കയറുമ്പോൾ വീണതിനെ തുടർന്ന് തളർന്ന് ഞാനും പ്രായമായ അമ്മയും താമസിക്കുന്നു. 4 ചുമകൾക്കുള്ളിൽ കിടക്കുന്നവരെ പുറത്തെത്തിക്കുക എന്നത് സോളമച്ചന് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. ക്ലബിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഈ മാസത്തെ നറുക്കെടുപ്പ് വിജയികൾ: ഐവിൻ, ബീന പുത്തഞ്ചിറ, ഉമേഷ്, റീസ, അന്ന, ശശി, സജീവ്, ലില്ലി പുതുക്കാട്, റീന വടകര, CB കോന്നി. പങ്കെടുത്തവർക്കും വിജയികൾക്കും അഭിനന്ദനങ്ങൾ, ആശംസകൾ. യോഗം നന്ദി പറഞ്ഞത് കുമാരി ട്രീസ മുള്ളൂർക്കര. യോഗം അവസാനിച്ചു. റോസ്ലി MD ചെങ്ങാലൂരിന്റെ ജന്മദിനം റോസ്ലി നന്ദി പറച്ചിലൂടെ ആഘോഷിച്ചു. ഈ റിപ്പോർട്ട് അംഗീകാരത്തിനായി യോഗ സമർപ്പിക്കുന്നു ശ്രീ KJ ജോസ് കൊരട്ടി. റിപ്പോർട്ട് പാസ്സാക്കല്ലേ? റിപ്പോർട്ട് പാസ്സാക്കല്ലേ? റിപ്പോർട്ട് പാസ്സാക്കാൻ അധ്യക്ഷൻ ഉണ്ടായില്ലോ അവിടെ. ഓക്കെ.
ഏറെ തിരക്കിലും ഇന്ന് സ്നേഹത്തോടെ നമ്മോടൊപ്പം ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ എത്തിയിരിക്കുന്നത് റവറന്റ് ഫാദർ അൽജോ കൊമ്പൻ CMI, റെക്ടർ സെന്റ് അലോഷ്യസ് ബോർഡിംഗ് ഹൗസ്, എൽത്തുരുത്ത്. അച്ഛനെ ഏറെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. വെൽക്കം ടു സ്ക്രീൻ. താങ്ക് യു. ഇന്നത്തെ ദർശന ക്ലബിന്റെ 250ാമത്തെ മീറ്റിംഗ് ആണെന്ന് തോന്നുന്നു അല്ലെ? ഈ ഒരു മീറ്റിംഗിൽ എന്നെ ക്ഷണിച്ചതിന് നിങ്ങൾക്ക് ഏവർക്കും നന്ദി പറയുന്നു. സോളമൻ അച്ഛനാണ് ഇതിന്റെ ഒരു ചുക്കാൻ പിടിക്കുന്നതൊക്കെ പറയുന്നതിന്റെ ഇടയിൽ ഞാൻ കേട്ടു. സോളമൻ അച്ഛനായിട്ട് ഞാൻ പഠിക്കുന്ന കാലം തൊട്ടേ അച്ഛനായിട്ട് നല്ല പരിചയമുണ്ട്. അച്ഛന്റെ ചില കാഴ്ച കുറവിന്റെ ചില ചികിത്സ അതായിട്ട് സംബന്ധിച്ച് ഞാൻ അമലയില് അച്ഛന്റെ കൂടെ കുറച്ച് നാള് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അച്ഛന്റെ ചില പ്രവർത്തനങ്ങൾ, ആശയങ്ങളൊക്കെ ഒത്തിരി എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നീട് അങ്ങനെ അധികം കോണ്ടാക്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഞാനും അതിന്റെ തിരക്കായിട്ട് ഞാനും പല സ്ഥലങ്ങളിലോട്ട് പോയി. അപ്പം ഇപ്പോ ഞാന് പട്ടമായിട്ട് ഇവിടെ വന്നതിന് ശേഷം സോളമൻ അച്ഛൻ ഇങ്ങനൊരു സംഗതി, ഇങ്ങനൊരു സംഘം അല്ലെങ്കിൽ ആളുകളെ ഒരുമിച്ച് കൂട്ടി പരസ്പരം അവരുടെ ആ പ്രവർത്തനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം ഒരുപാട് പേര് വീടുകളിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന അവസ്ഥ, ആരും സഹായിക്കാനോ സഹകരിക്കാനൊന്നും ഇല്ലാത്ത ഒരവസ്ഥ, അങ്ങനെ ഒറ്റപ്പെടലിന്റെ ഒരു സമയത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൊണ്ടുവരാനായിട്ട് സോളമൻ അച്ഛൻ കാണിച്ച ഈ ഒരു വലിയ ഒരു മനസ്സിന് സോളമൻ അച്ഛൻ ആദ്യം തന്നെ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല രീതിയിൽ ഇടപെടുന്നുണ്ട്. പല വ്യക്തികളിലൂടെ ആയിരിക്കാം നമ്മൾ അത് അനുഭവിച്ചറിയുക. നമ്മൾ പ്രത്യേകിച്ച് ഈസ്റ്റർ ദിനങ്ങളിലേക്ക്, ഈസ്റ്ററിന്റെ ആ ഒരു സന്തോഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഈസ്റ്ററിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രത്യാശയാണ് ഉണ്ടാവുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഒറ്റപ്പെടുന്ന ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നിരാശയിലേക്ക് കടന്നു പോകാനായിട്ട് സാധ്യതകളുണ്ട്. പക്ഷെ നമ്മുടെ കൂടെ ഒരുപാട് പേരുണ്ട്, സ്നേഹിക്കുന്ന മനസ്സ് ഉള്ള ആളുകളുണ്ടെങ്കിൽ നമുക്ക് പ്രത്യാശയിലേക്ക് കടന്നു വരാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ഈസ്റ്റർ നമുക്ക് കാണിച്ചു തരുന്നത് തന്നെയാണ് ലവ്, സാക്രിഫൈസ്, പിന്നെ ഗ്രേസ്. ഈ 3 സംഗതികളാണ് ഈസ്റ്ററിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ലൈഫില് നമ്മുടെ വ്യക്തി ജീവിതത്തില് പല വ്യക്തികളിലൂടെ കടന്നു വന്ന് നമ്മളെ സഹായിക്കുന്ന ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ 3 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുക. അതായത് ലവ്, നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവര് പല രീതിയിൽ നമുക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. അതിലൂടെ ഗ്രേസ്, നമുക്കും അതുപോലെ നമ്മളെ സഹായിക്കുന്ന വ്യക്തികളിലേക്കും ആ ഗ്രേസ് കടന്നു വരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം. തീർച്ചയായും ഈസ്റ്ററിന്റെ മംഗളങ്ങള് ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ഏവർക്കും ഞാൻ നേരുന്നു. അതുപോലെ തന്നെ ഈ 250ാമത് മീറ്റിംഗ് നിങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ഞാൻ ഒത്തിരി പ്രവർത്തനങ്ങൾ നിങ്ങൾ ആ റിപ്പോർട്ട് വായിച്ചപ്പോ ജോസേട്ടനല്ല വായിച്ചു. അപ്പം അതിനകത്ത് ഒരുപാട് പ്രവർത്തനങ്ങള്, പല ക്ലബുകള്, സ്പോർട്സിന്റെ ക്ലബുകള്, അങ്ങനെയൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. കാരണം പലരും വീൽ ചെയറിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ ശോഭാ സിറ്റി വിസിറ്റ് ചെയ്ത വീഡിയോ കണ്ടു. അതുപോലെ തന്നെ കുരിശിന്റെ വഴിയിൽ നിങ്ങൾ പങ്കുചേരുന്ന പ്രവർത്തനങ്ങളൊക്കെ, അതൊക്കെ ഞാൻ കണ്ടു. അപ്പൊ നിങ്ങൾ ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ വളരെ സന്തോഷം. കാരണം നിങ്ങൾ ഒരു മുറിക്കുള്ളില് 4 ചുമരുകളുടെ ഇടയിൽ ഒതുങ്ങിക്കൂടേണ്ടവരല്ല. നമുക്കും ഇതൊക്കെ പ്രവർത്തിക്കാൻ സാധിക്കും എന്ന് കാണിച്ചു കൊടുക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെയാണ് വലിയ സൂപ്പർ ഹീറോസ് എന്ന് പറയാം. കാരണം 2 കൈയും കാലുള്ള ആൾക്കാർ ചെയ്യുന്നതിനേക്കാളൊക്കെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് ഈ 2 കൈയും കാലുള്ള ആൾക്കാർക്ക് വലിയൊരു ഇൻസ്പിറേഷനാണ്. അപ്പം ഈ ഒരു അവസരത്തില് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ചെറിയൊരു ഗാനം, അതായത് ദൈവസ്നേഹത്തെ കുറിച്ചുള്ളൊരു ഇതാണ്. എല്ലാവർക്കും ദൈവം പല രീതിയിൽ ഇടപെടുന്നുണ്ട്. അതിനെ കുറിച്ചുള്ളൊരു ചെറിയൊരു 2 വരി ഞാൻ മൂളാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ
വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. സ്വന്തമായൊന്നുമില്ല സർവതും നിന്ദാനം. സ്വസ്ഥമായുറങ്ങിടാ സമ്പത്തിൽ മയങ്ങാതെ. മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായ ഫലമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. നമുക്ക് ഈ ജീവിതം ചെറിയ ജീവിതമാണ്. ഈ ജീവിതത്തില് മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് കടന്നു പോകാനും ദൈവത്തിന്റെ സ്നേഹം നമ്മിലൂടെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഇന്നത്തെ ഈ ഒരു മീറ്റിംഗ് വളരെ മനോഹരമായി സംഘടിപ്പിക്കുവാനും ഇതിലൂടെ ഒത്തിരി പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഭാവിയിൽ ചെയ്യുവാനും സാധിക്കട്ടെ എന്നുള്ള ദൈവാനുഗ്രഹം ദൈവം സമൃദ്ധമായിട്ട് ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. താങ്ക് യു. താങ്ക് യു അച്ഛാ. അച്ഛന്റെ നല്ല വാക്കുകൾക്ക് ഒരുപാട് നന്ദി. ഏറെ തിരക്കുണ്ടായിട്ട് ഇന്ന് വിളിച്ചപ്പോ വന്ന് ഞങ്ങൾക്ക് ഈ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് തന്നതിൽ ഒത്തിരി നന്ദി. ഞങ്ങളെയും പ്രാർത്ഥനയിലൊക്കെ ഓർക്കുക. നമ്മുടെ അധ്യക്ഷ പ്രസംഗത്തിനായി വൈസ് പ്രസിഡന്റായ അഖിൽ കുമാറിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഹലോ, പറഞ്ഞോളൂ. അപ്പോ എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ നമുക്കറിയാം, ഇന്നലെ ദുഃഖ വെള്ളിയാഴ്ചയായിരുന്നു. ഇന്ന് ദുഃഖ ശനിയാഴ്ചയാണ്. നാളെ ഈസ്റ്റർ ആണ്. അപ്പൊ നമ്മളെല്ലാവരും ഇപ്പോ ഇവിടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച അച്ഛൻ പറഞ്ഞ ഒരുപാട് സന്ദേശം വളരെ നല്ലൊരു സന്ദേശമായിരുന്നു. അതുപോലെ അച്ഛന്റെ ഗാനവും അതിമനോഹരമായിട്ടുണ്ട്. ഈ ഈസ്റ്ററിന്റെയും നമ്മളെല്ലാവരും ഒത്തൊരുമയുടെ ഒക്കെ അല്ലെങ്കിൽ സൗഹാർദ്ദത്തിന്റെ ഒക്കെ കാലഘട്ടത്തില് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് അതിന് പറ്റിയൊരു ഗാനം തന്നെയാണ്. അതുപോലെ തന്നെ മറ്റ് ഈ നമ്മുടെ സ്നേഹസംഗമത്തിൽ വന്നിട്ടുള്ള വിശിഷ്ടാതിഥികളെയും ഞാൻ എൻ്റെ പേരിലും നമ്മുടെ ദർശന സർവീസ് സൊസൈറ്റിയുടെ പേരിലും സ്വാഗതം ചെയ്യാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സോളമനച്ചൻ എല്ലാവരോടും ഇതില് എത്തിച്ചേർന്ന എല്ലാവരോടും ഈസ്റ്ററിന്റെ ആശംസകളും അനുഗ്രഹങ്ങളും എല്ലാം ഈ മീറ്റിങ്ങിൽ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അച്ഛന്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു വിശ്വസ് ഞാൻ അവിടെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ ഭാഗത്തു നിന്നുള്ള ആശംസകൾ നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോ 250ാമത്തെ സ്നേഹസംഗമാണ്. നമുക്കറിയാം, ഇതുപോലൊരു ശനിയാഴ്ച നമ്മൾ 1ാമത്തെ സ്നേഹസംഗമം തുടങ്ങിയതാണ്. പിന്നെ ഒരു സ്റ്റോപ്പ് എന്ന് പറഞ്ഞ സാധനം നമ്മളിവിടെ കൊടുക്കാൻ അനുവദിച്ചിട്ടില്ല. എന്തൊക്കെ ഇടിവെട്ട് മഴയാ, എന്തൊക്കെ യുദ്ധം, എന്തൊക്കെ ഉണ്ടായാലും ശരി, ഇവിടെ സ്നേഹസംഗമത്തിന് യാതൊരു മുടക്കം വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം. സംഭവം എല്ലാ ശനിയാഴ്ച ഉണ്ടല്ലോ, ഏതിലൊക്കെ മുടങ്ങിണ്ടാവുന്ന ചിലപ്പോൾ വിചാരിക്കാം. അങ്ങനെയൊന്നും മുടങ്ങാന്ന് പറഞ്ഞൊരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ 250ാമത്തെ സ്നേഹസംഗമത്തിൽ എത്തി നിൽക്കുമ്പോൾ പറയാനുള്ളത്. വളരെ അഭിമാനമുണ്ട്. കാരണം ഇപ്പൊ നമ്മളെ പോലെ ഒരുപാട് ആളുകള് ചിലപ്പോ ഇതിൽ വന്നു പോകുന്ന പല ആളുകളെ നമുക്ക് എന്താ പറയാ, ചിലപ്പോ നേരിട്ട് കാണാൻ പറ്റണമെന്നില്ല. അതായത് ചിലപ്പോ നമ്മൾ നേരിട്ട് പോയി സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരാവില്ല. പക്ഷെ അവര് ഓൺലൈനിലൂടെ വന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് അവരെ അറിയാനുള്ള ഒരു വേദിയും, അതുപോലെ തിരിച്ച് നമ്മുടെ ഈ പ്രവർത്തനങ്ങളും നമ്മുടെ കാര്യങ്ങളും അവർക്കും അറിയാനുള്ളൊരു വേദിയായിട്ടാണ്, അത് തുല്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വേദിയായിട്ടാണ് എന്തായാലും ഈ സ്നേഹസംഗമത്തിനെ ഞാൻ മനസ്സിലാക്കിയിടുന്നതും. അതുപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങള് നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് അനുകൂല്യങ്ങൾ, നമുക്ക് വേണ്ട മറ്റ് പൊതുപ്രവർത്തന സാമൂഹിക മേഖലയിലൊക്കെ ഇടപെടാൻ പറ്റുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റുന്ന ഒരു വേദിയും, അങ്ങനെ പ്രവർത്തിക്കുന്ന പൊതുസമൂഹത്തിലുള്ള സാധാരണ ഇത്തരത്തിലുള്ള സിനിമ അല്ലെങ്കിൽ രാഷ്ട്രീയ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പള്ളികളുടെയോ അല്ലെങ്കിൽ മറ്റ് അച്ഛന്മാരും അധ്യക്ഷന്മാരും മറ്റാളുകളൊക്കെ വരുമ്പോൾ
നമ്മളെ പോലെയുള്ള ആളുകളുടെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് എന്താണ്, നമുക്ക് ആവശ്യമുള്ളത് എന്താണ്, നമ്മൾ പോകുന്ന മേഖല എന്താണെന്നൊക്കെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വേദിയായിട്ടാണ് ഞാൻ എന്തായാലും ഇതിനെ കണക്കാക്കുന്നത്. അപ്പോ അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ നമ്മുടെ ദർശന സർവീസ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അടിയന്തരമായിട്ട് നമ്മുടെ ദർശന സർവീസ് സൊസൈറ്റിയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതൊരു സ്ഥലം നമുക്കൊരു 10 സെന്റ് സ്ഥലം തരാം, ആളുടെ ഇഷ്ടപ്രകാരം നമ്മുടെ ദർശന സർവീസ് സൊസൈറ്റിക്ക് വേണ്ടി തരാമെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അത് പാസ്സാക്കുന്നതിന്റെ ഭാഗമായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സന്തോഷ വാർത്ത, അല്ലെങ്കിൽ ആ വ്യക്തി ചെയ്തൊരു മഹത്തായ കർമ്മത്തിന്റെ ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കുകയാണ്. ആ വ്യക്തിയുടെ ഇഷ്ടം കൊണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്ന വലിയൊരു നന്മ ഈ ഈസ്റ്ററുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ആ വ്യക്തി ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മളത് മീറ്റിംഗ് കൂടി പാസ്സാക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിലായിരുന്നു. അപ്പോൾ ആ ഒരു വിവരം നിങ്ങളെല്ലാവരും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ അടുത്ത ആഴ്ച നമ്മുടെ ദർശന ക്ലബിന്റെ ജനറൽ ബോഡി മീറ്റിങ്ങും നമ്മുടെ ഓഫീസിൽ വെച്ച് നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാനിവിടെ ഈ അച്ഛൻ്റെ അഭാവത്തിൽ, അത് അച്ഛൻ ജോയിൻ ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ മീറ്റിങ്ങിന്. അപ്പോൾ അച്ഛന് ആ ഒരു കാര്യം നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല്, എല്ലാവരും നമ്മളാരും ഈ പറഞ്ഞ പോലെ മാറി നിന്നിട്ടില്ല. പക്ഷെ ഇപ്പോഴും കുറെ ആൾക്കാര് ഞാനിനി പുറത്തിറങ്ങാൻ എനിക്ക് പറ്റുമോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്നും ആരും വിചാരിക്കണ്ട. നമുക്ക് പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടോന്ന് വെച്ചാൽ ഒന്നുമില്ല, ഉണ്ടാവും. നമ്മുടെ ചെറിയ ലിമിറ്റേഷൻസ്, നമ്മുടെ ചെറിയ കുറവുകൾ ഒരു പക്ഷെ ഉണ്ടാവും. പക്ഷെ അത് ചിലപ്പോ വേറൊരാളുടെ സഹായം കിട്ടിയാൽ അതിന് മറികടക്കാൻ പറ്റുന്ന കാര്യമായിരിക്കും. അപ്പോ നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ അത് പേടിച്ച് മാറി നിൽക്കരുത്. ഇവിടെ അങ്ങനെ ആരും മാറി നിന്നിട്ടൊന്നുമില്ല. പക്ഷെ ഇനി ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ മാറി നിൽക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇത് പറഞ്ഞത്. പിന്നെ നമ്മുടെ ക്ലബിനെ, സൊസൈറ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ 10 വർഷത്തിന് മുകളിലായി ക്ലബ്ബ് തുടങ്ങിയിട്ട്. പിന്നെ സൊസൈറ്റി 2-3 വർഷമായി. അപ്പൊ അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞ പോലെ കലാകായിക മേഖലകളെല്ലാതും ഉണ്ട്. അതിലൊക്കെ നമ്മൾ ഉയർന്നു വരികയാണ്. അപ്പൊ ഈസ്റ്റർ ഉയർത്തെഴുന്നേൽപ്പിന്റെ, അല്ലെങ്കിൽ എന്താ പറയാ, ഉയർപ്പിന്റെ സന്ദേശം, പുതിയതായി ജനിക്കുന്നതിന്റെ, അല്ലെങ്കിൽ നമ്മൾ തളർന്നു പോയെടുത്തുനിന്ന് ഉയർന്നു വരുന്നതിന്റെ സന്ദേശമൊക്കെയാണ് ഈസ്റ്റർ. നമ്മുടെ യേശുദേവൻ ക്രൂശിൽ തറയ്ക്കപ്പെട്ട് അതിനുശേഷം വീണ്ടും തിരിച്ചു ഉയർത്തെഴുന്നേറ്റ് വരികയാണ്. അപ്പൊ നമ്മളെല്ലാവരും അതുപോലെ ഉയർത്തെഴുന്നേറ്റ് വരണം എന്നാണ് എനിക്ക് പറയുന്നത്. അതായത് നമ്മളാരും എവിടെയെങ്കിലും ഇപ്പൊ ഡൗൺ ആയിട്ട് നമ്മൾ തളർന്നിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തളരാതെ പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കണ്ടുകൊണ്ട്, നെഗറ്റീവിനെ നമ്മൾ എടുക്കാൻ പറ്റുന്നതിന് എടുത്തുകൊണ്ട്, അല്ലാത്തതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് നമ്മൾ പോസിറ്റീവായിട്ട് ഉയർന്നു വരണം എന്നാണ് എനിക്ക് ഈസ്റ്ററുമായി ബന്ധപ്പെട്ടും ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ ഭിന്നശേഷിയായിട്ടും സമൂഹത്തിലെ മറ്റ് വിശിഷ്ട വ്യക്തികളോടൊക്കെ പറയാനുള്ളത്. എല്ലാവരും അങ്ങനെ തന്നെയാണെങ്കിലും ആരും മാറി നിൽക്കുകയോ തളർന്നു നിൽക്കുകയോ ചെയ്യരുത് എന്ന റിക്വസ്റ്റ് കൂടി എനിക്ക് പറയാനുണ്ട്. കാരണം ഞാനിപ്പോ ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കളിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇഞ്ചുറി പറ്റുമോ, ഞാൻ ഇനി വീഴുവോ, ഇനി ഓടിപ്പോയാ എന്തെങ്കിലും അപകടം പറ്റുമോ എന്നുള്ളൊരു പേടി, അത് നമുക്കറിയില്ലല്ലോ. പക്ഷെ പിന്നെ അതിനൊന്നും ആവശ്യമില്ല എന്ന് മനസ്സിലായി. ഫസ്റ്റ് നമ്മൾ ഈ ഫുട്ബോൾ കളിച്ചിട്ടില്ല. അപ്പൊ കളിച്ചു തുടങ്ങുമ്പോ കുറച്ചൊരു എങ്ങനെയാന്നൊരു ഐഡിയ ഇല്ലാത്ത ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് കിട്ടിയപ്പോ റെഡിയായി. ഇതുപോലെ പല പ്രതിസന്ധികളും നമ്മുടെ മുമ്പിലുണ്ടാവും. അപ്പൊ അതിനൊക്കെ നമ്മളെല്ലാവരും ഒരുമിച്ച് മറികടക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഒരുപാട് വിശിഷ്ട അതിഥികൾ, മുഖ്യ അതിഥിയും ആശംസ എല്ലാവരും പറയാനുണ്ട്. അധികം സമയം കളയുന്നില്ല. അതുപോലെ തന്നെ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ മീറ്റിങ്ങിൽ ഇങ്ങനെ അധ്യക്ഷനെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. അപ്പൊ ഞാൻ എൻ്റെ ഒരു കാര്യം നിങ്ങളോട് കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഗ്രൂപ്പിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഞാനിപ്പോ കഴിഞ്ഞ 23-ാം തീയതി എയ്ഡഡ് സ്കൂൾ ഭിന്നശേഷി നിയമന പ്രകാരം ഹയർ സെക്കൻഡറി +1+2 പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളില് പൊളിറ്റിക്കൽ സയൻസ് സീനിയർ അധ്യാപകനായിട്ട് ജോലി ലഭിച്ചിട്ടുണ്ട്. അപ്പോ 23-ാം തീയതിയാണ് ജോയിൻ ചെയ്തത്. അപ്പൊ ഞാനത് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിൽ കയറിയപ്പോ നമ്മുടെ കുടുംബത്തെ ഞാൻ 2018 തൊട്ട് ദർശനം തുടങ്ങുന്നുണ്ട്. അപ്പൊ നിങ്ങളെല്ലാരും ഈ ഒരു അവസരത്തിൽ അത് അറിയിക്കണം എന്ന് തോന്നിയതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ ആ ഒരു ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം, അല്ലെങ്കിൽ ഒരുപാട് പോരാട്ടങ്ങളുടെ ഫലമായിട്ട് ലഭിച്ച ഭിന്നശേഷി സമരത്തിന്റെ ഇപ്പോ ആദ്യമായിട്ടല്ല ഒരുപാട് പേര് കയറിയിട്ടുണ്ട്. ഈ നേരിട്ടുള്ള ഗവൺമെന്റിന്റെ അപ്പോയിന്റ്മെന്റ് വഴി ലഭിച്ചതാണ്. നമ്മുടെ ഈ ഞാൻ ചേർന്ന സ്കൂൾ വരുന്നത് നമ്മുടെ തൃശ്ശൂർ അതിരൂപത മാനേജ്മെന്റിന്റെ കീഴിലാണ്. അപ്പൊ അവര് വളരെ
നന്നായി കാര്യങ്ങൾ സംസാരിച്ചിരുന്നു, അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇത്തരത്തിൽ നമുക്ക് അവസരങ്ങളുണ്ട്. ഇപ്പം ഞാൻ പറയാൻ വന്നത് എനിക്ക് ലഭിച്ചു എന്നുള്ളത് ഒരു കാര്യം തന്നെ. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനായിട്ട് വലിയ അവസരങ്ങളുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇതുപോലെ മാനേജ്മെന്റുകൾ പലരും തയ്യാറാണ് ഇത്തരത്തിലുള്ള ആളുകളെ നിയമിക്കാൻ വേണ്ടി. അപ്പൊ സർക്കാർ അതിനു വേണ്ടി ഇപ്പൊ ആൾക്കാരെ ലഭിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ ഈ അവസരമല്ല, ടീച്ചിങ് അല്ല, മറ്റൊരുപാട് അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അതിൽ എവിടെയെങ്കിലുമൊക്കെ കയറി പറ്റാൻ നമ്മളെ പോലെയുള്ള ഭിന്നശേഷിയുള്ള ആളുകൾ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതിപ്പോ നമുക്ക് എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. ഈ മേഖലയല്ല, മറ്റു പല മേഖലകളിൽ ഇത്തരത്തിലുള്ള റിസർവേഷൻസ് ഉണ്ട്, ഇത്തരത്തിലുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പൊ അത് നമ്മൾ അന്വേഷിക്കുക, ഇങ്ങോട്ട് വരുന്നത് എടുക്കുക, അല്ലാതെ നമ്മൾ തേടി പോവുക. അവസരം കിട്ടിയാൽ എങ്ങനെയും നമ്മൾ അതിൽ കയറി കൂടാൻ നോക്കുക. നമ്മളാരും മാറി നിൽക്കരുത് എന്നുള്ളൊരു സന്ദേശം കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അധികം ടൈം എടുക്കുന്നില്ല, ഒരുപാട് വ്യക്തികളിലുണ്ട്. അപ്പൊ എല്ലാവർക്കും ഈസ്റ്ററിന്റെ ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. വളരെ നല്ല വാക്കുകളിലൂടെ അഖിൽകുമാർ സംസാരിച്ചു. കാരണം ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടാണ് ഒരു അധ്യാപന ജോലിയിലേക്ക് പ്രവേശിച്ചത്. അപ്പൊ നമ്മുടെ ദർശന കുടുംബത്തിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും പറയുകയാണ് എല്ലാവരുടേതായിട്ട്. ഇതുപോലെ തന്നെ നമുക്കും എല്ലാവർക്കും പറ്റുന്നവർക്ക് അങ്ങനെ ഓരോ അവസരങ്ങൾ കിട്ടുമ്പോ അത് നേടിയെടുക്കാൻ ശ്രമിക്കാം. താങ്ക് യു. മുഖ്യാതിഥിയായി ഇന്ന് നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് റിട്ടയർഡ് HM ആയ ശ്രീമതി ലാല ടീച്ചറാണ്. ആ പേരിൽ തന്നെ ഒരു പ്രത്യേകത ഉണ്ട് അല്ലെ, ലാല. അപ്പൊ ലാല ടീച്ചറെ ഏറ്റവും ആദരവോടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ റവറന്റ് ഫാദർ സോളമൻ അച്ഛൻ, ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന മറ്റ് അംഗങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ പേര് പറഞ്ഞു, ലാല ടീച്ചർ. ഞാൻ റിട്ടയർഡ് HM ആണ്. എൻ്റെ വീട് ഇരിഞ്ഞാലക്കുടയാണ്. ഇരിഞ്ഞാലക്കുട അടുത്ത ഇടതിരിഞ്ഞ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എന്തായാലും ഈ സ്നേഹസംഗമത്തിലെ മുഖ്യാതിഥിയായി എന്നെ ക്ഷണിച്ചതിന് ആദ്യമായിട്ട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഞാൻ വോയിസ് ഓഫ് ഡിസേബിൾ എന്ന ഒരു സംഘടനയുടെ കീഴില് വെള്ളാങ്കല്ലൂര് ബ്ലോക്ക് തലത്തില് നമ്മുടെ തൃശ്ശൂർ ജില്ലാ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചപ്പോൾ അതിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു. ഞാൻ അവിടെ സദസ്സിലിരിക്കുമ്പോൾ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് വളരെ നന്നായിട്ട് ആ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടു. സത്യം പറഞ്ഞാൽ ഞാൻ വളരെ സ്നേഹത്തോടെ ഞാൻ ആ കുട്ടിയെ ശ്രദ്ധിച്ചു. പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്ന് പരിചയപ്പെട്ടു. അങ്ങനെയാണ് ഞാനും ലീനയും തമ്മിൽ സൗഹൃദമായത്. അതിനുശേഷം ഞങ്ങൾ ഇടയ്ക്ക് വിളിക്കാറുണ്ട്, വിശേഷങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇന്ന് ടീച്ചർ വരുമോ മുഖ്യാതിഥിയായിട്ട് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എത്തിയതാണ്. എനിക്ക് കോൾഡായിട്ട് ശബ്ദമൊക്കെ വല്ലാണ്ട് അടഞ്ഞിരിക്കുകയാണ്. എങ്കിലും ഇങ്ങനെ ഒരു പരിപാടിയിൽ എത്താന്ന് പറഞ്ഞാല് അത് മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു കാര്യമാണെന്ന് എനിക്കറിയാം. എന്തുകൊണ്ടാന്ന് വെച്ചാല് ഞാൻ ഈ വോയിസ് ഓഫ് ഡിസേബിളിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ കാരണം തന്നെ എൻ്റെ വീട്ടിലെ എൻ്റെ ഹസ്ബൻഡും എൻ്റെ കൊച്ചുമോനും ഡിസേബിൾഡ് ആണ്. ഹസ്ബൻഡിന് ഒരു 40% പ്രശ്നന്റെ കാലിന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും വളരെ ആക്റ്റീവായിട്ട് എല്ലാം ചെയ്യുന്ന നല്ലൊരു ഓഫീസറായിരുന്നു. ഇപ്പൊ റിട്ടയർ ചെയ്തു, അങ്ങനെ കഴിയുന്നു. പക്ഷെ എൻ്റെ കൊച്ചുമോൻ കുറച്ചുകൂടി ഡിസേബിൾഡ് ആണ്. അവന് 60% പ്രശ്നമുണ്ട്. ഞങ്ങളെ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ വേദനിപ്പിച്ചത് അവന്റെ പ്രസവ സമയത്ത് അറിഞ്ഞില്ല. തലേ ദിവസം വരെ അവൻ വളരെ ഹെൽത്തി ബോയ് ആണെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. പ്രസവം ഷാർജയിലായിരുന്നു. നമ്മുടെ നാട്ടിൽ കിട്ടണ പോലത്തെ അത്രയും കെയറിങ് ഒന്നും അവിടെ കിട്ടിയില്ല എന്നുള്ളൊരു സങ്കടമാണ് ഇന്നും മനസ്സിൽ അവനെ കാണുമ്പോഴേ. അപ്പൊ പ്രസവ സമയത്ത് അവര് ശുശ്രൂഷയുടെ ഒരു ഇതുകൊണ്ട് അങ്ങനെ പറ്റിയതാണ് എൻ്റെ മോന്. അങ്ങനെ എന്തായാലും ഇന്ന് ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. എന്താണെന്നറിയോ, അവനെ പോലെ മിടുക്കനായ ഒരു കുട്ടിയില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്താ വെച്ചാൽ അവൻ പ്രസവിച്ച് കഴിഞ്ഞൊരു നമ്മൾ സംസാരിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ അവൻ തന്നെ ഇംഗ്ലീഷേ അവൻ സംസാരിക്കുള്ളൂ. ഇംഗ്ലീഷ് പറയുന്നതുകൊണ്ട് മിടുക്കന്നല്ലാട്ടാ ഞാൻ പറയണത്. അവന് മലയാളത്തിനെ കൂടുതൽ അവൻ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. ഇപ്പൊ അവൻ നന്നായി കഥ എഴുതും, കവിത എഴുതും, നന്നായി സംസാരിക്കും. എന്നുവെച്ചാൽ എല്ലാ പ്രോഗ്രാമുകളിലും ഞങ്ങൾ അവനെ പങ്കെടുപ്പിക്കുകയും ചെയ്യും. എല്ലാ പ്രോഗ്രാമിലും പഞ്ചായത്ത് സ്കൂൾ തലം മുതൽ ബ്ലോക്കിലും ജില്ലാ തലം വരെയുള്ള എല്ലാ പ്രോഗ്രാമിലും ഞങ്ങൾ മോനെ കൊണ്ടുപോകും. അവന് ഒരുപാട് സമ്മാനങ്ങൾ വാങ്ങിച്ച് കൂട്ടാൻ സാധിച്ചു. അപ്പൊ ഞാനിത് പറഞ്ഞത് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. ഇതുപോലെ ഏറ്റവും കഴിവുള്ളവരാണ് ഈ ദർശന ക്ലബിലെ മെമ്പേഴ്സ് എല്ലാവരും തന്നെ ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തില് ഒരുപാട് കഴിവുകളുള്ളവരായിരിക്കും. ആ കഴിവുകളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരാന്നുള്ളതാണ് നമ്മളുടെ ഡ്യൂട്ടി. അത്
അതിൽ ഏറ്റവും കൂടുതൽ പങ്കാളികളാവേണ്ടത് അവരുടെ പേരൻസ് ആയിരിക്കണം. പേരൻസ് ഒരിക്കലും എൻ്റെ മക്കൾ അങ്ങനെയാണ്, എൻ്റെ മോൻ ഇങ്ങനെയാണ്, അവിടെ കൊണ്ടുപോകാൻ പറ്റില്ല, ഇവിടെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുത്തരുത്. എല്ലായിടത്തും നിങ്ങൾ മക്കളെ കൊണ്ടുപോകുക. എല്ലാവരുടെ മുന്നിലും നിങ്ങൾ ആ മക്കളെ കാണിക്കുക. അവന് കുറവുകളുണ്ട്, കണ്ടോട്ടെ, നമ്മുടെ മോനുള്ള കുറവല്ലേ. മറ്റുള്ളവർ കാണുന്നത് ഒരു നാണക്കേടായിട്ട് ഒരു പേരൻസും കരുതരുത്. അങ്ങനെ എല്ലായിടത്തും അവരെ കൊണ്ടുപോകുമ്പോൾ എല്ലാവരെയും കാണുമ്പോൾ അവരിതിനേക്കാൾ കൂടുതൽ കോൺഫിഡന്റ് ആവും. അവർക്ക് എന്നിൽ തന്നെ, ആ കുട്ടിയിൽ തന്നെ ഒരു ആത്മവിശ്വാസം വരും. അല്ലാത്ത കുട്ടികളൊക്കെ പിന്നിലേക്ക് പതുങ്ങിക്കൊണ്ടിരിക്കാനേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ഞാൻ പേരൻസിനോട് പറയണു, അങ്ങനെ തന്നെ അവരെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കുക. ഞാൻ 34 വർഷം അധ്യാപികയായിട്ട് ജോലി ചെയ്ത ആളാണ്. എൻ്റെ സ്കൂളിലും ഒരുപാട് കുട്ടികൾ, ഞാൻ ഓരോ വർഷവും ഒരുപാട് കുട്ടികൾ എൻ്റെ മുന്നിൽ ഇങ്ങനത്തെ കുട്ടികൾ എത്താറുണ്ട്. വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ അവരെ കൈകാര്യം ചെയ്യാറ്. അവിടെ നിന്ന് പോകുമ്പോൾ, നമ്മുടെ സ്കൂൾ വിട്ട് വേറെ സ്കൂളിൽ പോകുമ്പോൾ വളരെ സങ്കടത്തോടു കൂടിയാണ് നമ്മളോട് യാത്ര പറഞ്ഞൊക്കെ പോകാറ്. എല്ലാ പരിപാടിയിലും പങ്കെടുപ്പിക്കും. ചില സ്കൂളുകാർ അങ്ങനെയല്ല, ഇങ്ങനത്തെ കുട്ടികളെ തിരിഞ്ഞു നിർത്തും. അത് പാടില്ല എന്ന് ഞാൻ സ്കൂളുകാരോട് തന്നെ പറയണത്. ഒരിക്കലും അത് ചെയ്യരുത്. അവനത് കഴിയില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി ആനിവേഴ്സറി പ്രോഗ്രാമുകളിലൊന്നും പങ്കെടുപ്പിക്കാത്ത സ്കൂളുകൾ എനിക്കറിയാം. ഒരിക്കലും ഒരു സ്കൂളുകാരും അങ്ങനെ ചെയ്യരുതെന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്താം. എല്ലാവർക്കും കഴിവുണ്ട്, അവരത് അവതരിപ്പിക്കട്ടെ. അത് ചിലപ്പോൾ മോശമാവും, മറ്റുള്ളവരത്രയും ആവില്ല എന്നല്ലേ ഉള്ളൂ. എന്തായാലും ഈ ദർശന ക്ലബിനെ കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയില്ലായിരുന്നു. ഞാനിപ്പോ ഇവിടുത്തെ റിപ്പോർട്ട് വായിച്ചു കേട്ടപ്പോൾ ഞാൻ വിചാരിക്കാണ്, ഇത്രയും വലിയൊരു ക്ലബിലേക്കാണോ എന്നെ ലീന ക്ഷണിച്ചത്. എനിക്കൊന്നും അറിയില്ലായിരുന്നു, സത്യമാണ്. ഇപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് കേട്ടപ്പോ വളരെ സന്തോഷമുണ്ട്. ഇത്രയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഞങ്ങളുടെ ഈ പടിയൂർ യൂണിറ്റിന്റെ ഭിന്നശേഷിയുടെ മീറ്റിംഗ് ഒക്കെ എൻ്റെ വീട്ടിൽ വെച്ച് നടത്താറുണ്ട്. ആദ്യം കുറച്ച് ആൾക്കാരൊക്കെ ഇല്ല, പിന്നെ അങ്ങനെ വന്നപ്പോ ആൾക്കാരില്ലാതെയായി. അപ്പൊ അദ്ദേഹം തന്നെ അതിൽ നിന്ന് പതുക്കെ പിന്മാറി. അതുപോലെ ഞങ്ങളുടെ ഭൂമിന്ന് ഒരു 3 സെന്റ് ഭൂമി അല്ലെ 4 സെന്റ് ഭൂമി ഇതുപോലെ ഡിസേബിൾഡ് ആയ ആൾക്കാർക്ക് ഒത്തൊരുമിച്ച് കൂടാനും ഒരിത്തിലിരുന്ന് അവരെ സൗഹൃദം പങ്കിടാനും അവർക്ക് വേണമെങ്കിൽ രാത്രി വരെ പോലും അവിടെ താമസിക്കാനുള്ള ഒരു സൗകര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഭൂമി കൊടുക്കാമെന്ന് ഞങ്ങൾ പഞ്ചായത്തിന് എഴുതി കൊടുത്തു. പഞ്ചായത്തിന് ലെറ്റർ കൊടുത്തു, ഞങ്ങൾ തരാന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിനെപ്പറ്റി കൂടുതൽ പേപ്പേഴ്സ് ഒന്നും പിന്നെ മുന്നോട്ട് പോയില്ല. ഇപ്പോഴും ആ പറഞ്ഞോടത്ത് തന്നെ നിൽക്കുകയാണ് അത്. അങ്ങനെയും നമ്മളുടെ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ നമ്മുടെ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നോ ഇതുപോലെയുള്ളവർക്ക് കിട്ടേണ്ട പല ആനുകൂല്യങ്ങളും മുഴുവനും ആവുന്നില്ല എന്ന് എനിക്കൊരു സങ്കടം കൂടി ഉണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് പോലും അതിന് ഒരു ഉത്തരവാദിത്തപ്പെട്ടവർ മുന്നോട്ട് വന്നില്ല എന്നുള്ളൊരു വിഷമം. എന്നാൽ ഞാൻ പറയുന്നു, ഇപ്പൊ സ്കൂൾ തലത്തിലൊക്കെ ഡിസേബിൾഡ് ആയ കുട്ടികൾക്ക് വേണ്ട പഠനോപകരണങ്ങള്, അതിന്റെ എല്ലാ എക്യുപ്മെന്റ്സ് എല്ലാതും അവര് കൊടുക്കുന്നുണ്ട്. ഇല്ല മുഴുവനും ഞാൻ അങ്ങനെ പറയില്ല. പോലെ കുട്ടികൾക്കുള്ള ഒക്കെ സാധാരണ എല്ലാ കൊല്ലവും നല്ല ലെവലിൽ തന്നെ അതൊക്കെ കിട്ടാറുണ്ട്. ഒരുപാട് പരിപാടികള് കുട്ടികളെ കൊണ്ടുപോയി സിനിമ കാണിക്കല്, ടൂറ് കൊണ്ടുപോകല്, അങ്ങനെ എല്ലാം സ്കൂൾ തലത്തിൽ. എനിക്ക് സ്കൂൾ തലത്തിലെ കാര്യങ്ങളാണ് കൂടുതൽ പറയാൻ അറിയുള്ളൂ. മറ്റുള്ള തലത്തിൽ എനിക്ക് ഇതിനെപ്പറ്റി ബന്ധപ്പെടുത്തി എനിക്ക് പറയാൻ അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ സ്കൂളിലെ കാര്യങ്ങൾ തന്നെ അധികം പറയണത് കേട്ടാ. അപ്പൊ സ്കൂൾ തലത്തിൽ അങ്ങനെ BRC തലത്തിലൊക്കെ ഒരുപാട് ഇതുകൾ ചെയ്യുന്നുണ്ട്. എങ്കിൽ കൂടി ചില കാര്യങ്ങളിലെല്ലാം സർക്കാരും ജനപ്രതിനിധികളൊക്കെ ഇത്തിരി പിന്നിലോട്ട് പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമുക്കത് കിട്ടാൻ വേണ്ടി കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന് പറഞ്ഞോണം നമ്മൾ വീണ്ടും അതിനു വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കാം. അങ്ങനെ ആവശ്യപ്പെട്ട് നമുക്കത് വാങ്ങിച്ചെടുക്കണം. നമ്മളെല്ലാവരും എനിക്ക് നല്ല ഇഷ്ടമായി ഈ ക്ലബിലെ പ്രവർത്തനങ്ങൾ കേട്ടപ്പോൾ. ടൂറിന്റെ കാര്യം ലീന ഒരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു. അങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ ഒരു സംഘടന അല്ലെങ്കിൽ ഒരു ക്ലബ്ബ് എന്റെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോ വിചാരിച്ചു പോണ്ട്. എല്ലാരോടൊന്ന് പറഞ്ഞു നോക്കണം. ഞാനിങ്ങനെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തു. നാട്ടികേലല്ല സ്ഥലം തോന്നുന്നു അല്ലെ? അപ്പൊ അങ്ങനെ പറഞ്ഞ് നാട്ടികേലല്ല, ഇത് തൃശ്ശൂര്. ഞാനാണ് നാട്ടികേല്. നാട്ടികേലിൽ ലീനയുടെ വീടല്ലേ? അപ്പൊ എല്ലാരോടും പറഞ്ഞ് നിങ്ങളുടെ മേന്മ ഞാൻ ഒന്നും കൂടി എല്ലാവരുടെ അടുത്തും പറയും. പിന്നെ ഇതിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം. പരിശ്രമം ചെയ്താലാണ് എന്തും നമുക്ക് നേടാൻ സാധിക്കുള്ളൂ. പിന്നെ ഈ ക്ലബിന്റെ പിന്നില് നെടുന്തൂണായി നിൽക്കുന്ന ചില അച്ഛന്മാരുടെ പേരൊക്കെ ഈ ഗ്രൂപ്പിൽ ഞാൻ കണ്ടു. ഗ്രൂപ്പിലല്ല, ഈ പ്രോഗ്രാമിന്റെ ലിസ്റ്റ് ഞാൻ വായിച്ചത്. അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ.
ഇപ്പൊ എന്തായാലും ആ അച്ഛന്മാർക്കൊക്കെ നന്മ വരട്ടെ. നമുക്ക് നല്ലത് ചെയ്താൽ ദൈവം നമുക്ക് നന്മ തരുന്നല്ലേ പറയണത്. അത് നമുക്ക് എല്ലാവർക്കും കിട്ടാൻ നമ്മൾക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും എല്ലാവരും ഈസ്റ്ററായിട്ട് ഈസ്റ്ററിന്റെ ദിനത്തില്, ഈസ്റ്ററിനോട് തൊട്ട ദിനത്തില് തന്നെ ഇതുപോലെയുള്ള കുറച്ച് പേരെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചതിൽ വളരെയധികം നന്ദിയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊണ്ട് സന്തോഷത്തോടു കൂടി ഞാൻ എല്ലാവർക്കും ഈസ്റ്റർ ആശംസ പറയുന്നു കേട്ടോ. സംസാരിച്ചതിന് തിരക്കിലും വയ്യാണ്ടും ഒക്കെ വന്ന് സംസാരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ടീച്ചറെ. എനിക്ക് പ്രത്യേകിച്ച് എന്താന്ന് വെച്ചാൽ അന്ന് നമ്മൾ അഴൂത്ത് വന്നിട്ട് നമ്മളെ പരിചയപ്പെടണം, അത് അങ്ങനെ എല്ലാവരും അങ്ങനെ ചെയ്യില്ല. പക്ഷെ അങ്ങനെ വന്ന് പരിചയപ്പെടൽ നന്നായി എന്നൊക്കെ പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷായിരുന്നു. പിന്നീടാണ് ടീച്ചറിനെ ഞാൻ കൂടുതൽ പരിചയപ്പെടാനും ഒക്കെ അവസരം ഉണ്ടായത്. അപ്പൊ വളരെ സ്നേഹത്തോട് നന്ദി പറയുന്നു. താങ്ക് യു ട്ടോ ടീച്ചർ. ശരി ശരി, ഇനി വല്ല ആവശ്യം ഉണ്ടെങ്കിൽ പറയണേ. ഓക്കെ 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 ഓക്കെ, താങ്ക് യു. അപ്പൊ അടുത്തത് നമുക്ക് ആശംസ പറയുന്നതിനായിട്ട് ഇന്ന് എത്തിയിരിക്കുന്നത് പുളിയനം സ്കൂൾ സ്റ്റാഫ് അംഗവും മികച്ച BLA കൂടിയായ ദർശന തിരുഹൃദയ ഗ്രൂപ്പ് അംഗവുമാണ് ഡെക്കി. ഡെക്കിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ജീവിതത്തിലെ ക്ലേശങ്ങളോട് പരാതിയില്ലാതെ പടവെട്ടി വിജയം നേടിയതാണ് അവള്. അവളുടെ കൈകളില്ല എന്നുള്ള ആ അപര്യാപ്തതയെ ഓർത്ത് ജീവിതം അവസാനിക്കുന്നില്ല എന്ന് കാണിച്ചു തന്ന് ഏറ്റവും മനോഹരമായി ഇന്ന് സമൂഹത്തിൽ ജീവിക്കുന്ന ഡെക്കിയെ ഏറ്റവും സ്നേഹപൂർവ്വം ആശംസ പറയുന്നതിനായി ക്ഷണിക്കുന്നു. ഹലോ, കേക്കാമോ എല്ലാവർക്കും? കേക്കാം, പറഞ്ഞോ. ഞാനേ ഇന്ന് നല്ല ദിവസം, എനിക്ക് വോട്ടിന്റെ സ്ലിപ്പ് കൊടുക്കുന്ന ദിവസമാണ്. നല്ല തിരക്കുള്ള ദിവസമാണ്. ലീന ചേച്ചി വിളിച്ചെങ്കിലും ഫോൺ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഈ സംഭവം മറന്നും പോയി. ഇപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ ആരോ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതിന് ഒന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് ലീന ചേച്ചി വിളിച്ച കോളും ലീന ചേച്ചി പറഞ്ഞ കാര്യം പെട്ടെന്ന് ഓർത്തത്. അല്ലെങ്കിൽ ഇന്ന് ചേച്ചി ഇന്ന് വൈകുന്നേരം ഇത് കഴിഞ്ഞിട്ട് എന്നെ തല്ലിടേണ്ട വന്നേനെ. അപ്പോ അതിന് ദൈവം ഇടവരുത്തിയില്ല. ആ ദൈവത്തിന് നന്ദി പറയാം. അപ്പോ ഇന്ന് ആശംസ പറയാന്നാ പറയണേ. അപ്പോ ഞാൻ നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതിനൊന്നും പ്രതികരിക്കുന്നില്ല. ഞാൻ പറയാം, എന്നെ കുറിച്ച് പറയാം. അപ്പോ ഞാനിങ്ങനെ ഒന്നും പ്രതികരിക്കില്ല. എന്നാലും ലീന ചേച്ചി എന്നോട് പറയും, നീ ആ ഗ്രൂപ്പിൽ നിന്ന് പോകരുത്, പ്രാർത്ഥനയുടെ ഇതാണ്. അപ്പൊ നമുക്ക് പ്രാർത്ഥന വേണം എന്ന് പറഞ്ഞ് ഞാൻ ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ നിലനിന്ന് പോണതാണ്. എന്നെ കുറിച്ച് പറയുവാണെങ്കിൽ ഞാൻ ചാലക്കുടി ശാന്തി ഭവനിൽ നിന്നാണ് 5ാം ക്ലാസ് വരെ പഠിച്ചത്. അപ്പോ എനിക്ക് 2 കൈകൾക്ക് നീളം കുറവായ കാരണം സ്കൂളിലേക്ക് ഇവിടുന്ന് പോകണമെങ്കിൽ 2-3 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചിട്ട് വേണം പോണം. അതിന് ഈ നടക്കുന്നത് നല്ല കുന്നു പോലെയുള്ള സ്ഥലമാണ്. പിന്നെ അത് കഴിഞ്ഞ് റെയിൽവേ ക്രോസിംഗ് ഉണ്ട്, അത് കഴിഞ്ഞ് NH ഉണ്ട്, കറുകുറ്റി NH ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം കറുകുറ്റി സെന്റ് ജോസഫിലേക്ക് പോവാൻ. അപ്പൊ ഇത്രയും ദൂരം 3 കിലോമീറ്റർ ഒരു ദിവസം നടന്നു പോകുക എന്നതുള്ളത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ചാലക്കുടി ശാന്തി ഭവനില് കുഞ്ഞായിട്ടിപ്പോ കൊണ്ടുവന്നാക്കിയത്. അത് കഴിഞ്ഞ് 5ാം ക്ലാസ്സിൽ അവിടുന്ന് തിരിച്ചു വന്നു. വീണ്ടും സെന്റ് ജോസഫിൽ തന്നെ പോയി പഠിച്ചു. 10ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ബസ്സിൽ കയറാൻ പറ്റുമോ, ബസ്സിൽ പോകാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ നിന്നു. എങ്കിലും അങ്ങോട്ട് ഒരു അങ്ങോട്ട് ബസ്സിൽ പോയി അങ്കമാലിലെ ഡീപ്പോ കോളേജില് പ്രീ-ഡിഗ്രി പഠിച്ചു. അത് കഴിഞ്ഞപ്പോ വീണ്ടും എങ്ങനെ പഠിക്കും, എന്ത് പഠിക്കും എന്നുള്ള രീതിയിൽ നിന്നപ്പോ അങ്ങനെ വീണ്ടും ഒരു എന്തൊക്കെയോ ഒരു പ്രചോദനം എന്ന പോലെ ഡിഗ്രിക്ക് ചേരണം എന്നുള്ളൊരാഗ്രഹം ചാലക്കുടിയിലെ ജ്യോതിസ് കോളേജിൽ തന്നെ വീണ്ടും പോയി. അത് കഴിഞ്ഞ് കുറെ നാള് ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷ ജോലി അന്വേഷിച്ച് നടന്നു. പിള്ളേർക്ക് ട്യൂഷൻ എടുത്തു. പിന്നെ കിട്ടാണ്ടായപ്പോ 2009 വീണ്ടും ലൈബ്രറിയൻ കോഴ്സ് പഠിക്കാൻ രാജഗിരിയിൽ പോയി. രാജഗിരി കോളേജില് ലൈബ്രറിയൻ കോഴ്സ് എടുത്തു. എന്നിട്ടും ജോലിയൊന്നും ആയില്ല. കുറെ നാൾ വീണ്ടും നടന്നു. അത് കഴിഞ്ഞാണ് 2014 നമ്മുടെ എറണാകുളം അങ്കമാലി രൂപതയുടെ സഹൃദയുടെ കീഴില് ഒരു 4 വർഷത്തോളം അവിടെ ഓഫീസ് അറ്റൻഡ് ആയിട്ട്, നമ്മുടെ സഹൃദയാണല്ലോ രൂപതയുടെ കീഴിലുള്ളതാണല്ലോ, അപ്പൊ അച്ഛൻ ജോലി തന്ന് അവിടെ ഇതായിട്ട് നിന്നു. അവിടെ നിന്നാണ് എൻ്റെ സർക്കാർ ജോലിയിലേക്കുള്ള പ്രവേശനം. അത് 2017 ഒക്ടോബറിലാണ്.
അന്ന് എനിക്ക് ജോലിക്കുള്ള ഇന്റർവ്യൂ വന്നത് നമ്മുടെ കേരള നിയമസഭയിലേക്കാണ്. അപ്പോൾ കേരള നിയമസഭയിൽ തിരുവനന്തപുരമാണ്, അവിടേക്ക് പോകാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നാലും ലൈബ്രറിയൻ പോസ്റ്റ് എങ്ങനെയെങ്കിലും കിട്ടണം എന്നുള്ളൊരു ഇതുമേ ഞാൻ ഇവരോടൊക്കെ പറഞ്ഞു. ആ പോസ്റ്റ് കിട്ടി. അങ്ങനെ നിയമസഭയിലേക്ക് ഞാൻ പോയി. അവിടെ 6 മാസത്തെ എനിക്ക് നമ്മളെ എംപ്ലോയ്മെന്റിൽ നിന്ന് വിളിച്ചതാണല്ലോ. അന്നേരം 6 മാസം അവിടെ ചെയ്തു. അങ്ങനെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പുളിയനത്തില് 2003 ഞാൻ ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്നു എംപ്ലോയ്മെന്റിൽ നിന്ന്. അത് ഞാൻ പുളിയന സ്കൂളിൽ തന്നെ കയറിയായിരുന്നു. അവിടെ പിയൂൺ പോസ്റ്റിൽ 2003 എംപ്ലോയ്മെന്റിന് വിളിച്ചു. അപ്പൊ 2003 വരെയുള്ള നമ്മളെ ഭിന്നശേഷിക്കാരെ സ്ഥിരപ്പെടുത്തിയോണ്ട് ഒരു ഓർഡർ വന്നു. ആ ഓർഡറിൽ 2011 വന്നതാ. പക്ഷെ അന്ന് എനിക്ക് കയറാൻ പറ്റിയില്ല. ഒരു 2-3 ദിവസത്തെ കുറവുള്ളതുകൊണ്ട് എനിക്ക് അന്ന് കയറാൻ പറ്റിയില്ല. വീണ്ടും അതിന് കേസൊക്കെ കൊടുത്തിട്ടാണ് 2017 കയറാൻ പറ്റാത്തവരെ കയറ്റിയും കൊണ്ടൊരു ഓർഡർ വന്നു. അങ്ങനെ 2017 ഞാൻ പുളിയന സ്കൂളില് പിയൂൺ പോസ്റ്റിൽ തന്നെ ആ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന പോസ്റ്റിൽ തന്നെ സൂപ്പർ ന്യൂമറി പോസ്റ്റായിട്ട് കയറിയേക്കുന്നു. അപ്പൊ 17 മുതൽ 26 വരെ അവിടെ ഉണ്ട്. അതിന്റെ കൂടെയാണ് ഈ നവംബറിൽ എനിക്ക് BLO ഡ്യൂട്ടി കിട്ടിയത്. അപ്പോ 2 കൈക്കും പറ്റാത്തത് കൊണ്ട് ഈ BLO ഡ്യൂട്ടി ചെയ്യണ്ടെന്ന് വെച്ചും അവരൊക്കെ പറഞ്ഞു. പക്ഷെ ഞാനൊരു ഇതായിട്ട് എൻജോയ്മെന്റ് ആയിട്ടും നമുക്കൊരു വർഷത്തിൽ 12,000 രൂപ കൂടുതൽ കിട്ടും ഒക്കെ പറഞ്ഞപ്പോ നമ്മൾ ആ 12,000 രൂപയിലൊക്കെ വീണ് ചെയ്യാൻ ടീച്ചറെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോന്നു. അത് കഴിഞ്ഞപ്പോഴാണ് SIR ഡ്യൂട്ടി കിട്ടിയത്. SIR ഡ്യൂട്ടി കിട്ടിയപ്പോ നമ്മൾ ആകെ പെട്ടു. ഇനിയിപ്പോ ഈ സ്ലിപ്പ് കൊടുത്ത് തീർക്കണം. 951 പേരുണ്ട് സ്ലിപ്പ് കൊടുക്കാനായിട്ട്. അപ്പൊ അത് കൊടുക്കണം. അതിന്റെ തിരക്കിലും അതൊക്കെയാണ്. അപ്പോ നമ്മുടെ ഈ ഗ്രൂപ്പില് ഉള്ള എല്ലാം നിങ്ങൾക്ക് അറിയാലോ. എന്നെക്കാൾ നന്നായിട്ട് അറിയുന്നവർ നിങ്ങൾ തന്നെയാണ്. നിങ്ങളാണ് ഇതിന്റെ സംഘാടകരും ലീഡേഴ്സും എല്ലാവരും നിങ്ങൾ തന്നെയാണ്. അപ്പൊ ഗ്രൂപ്പിന്റെ എല്ലാ നന്മകളും നിങ്ങൾക്കറിയാം. ഈ ഗ്രൂപ്പിന്റെ എല്ലാ നന്മകളും വീണ്ടും വീണ്ടും ഉന്നതിയിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. എല്ലാ ആശംസകളും എല്ലാവർക്കും. മതി എനിക്ക് മതി. അപ്പൊ എന്താന്ന് വെച്ചാല് കുറെ കഷ്ടപ്പാടിന്റെ ഇടയിൽ മികച്ച BL ആയിട്ട് തെരഞ്ഞെടുക്കണമെങ്കിൽ ഒരു 5 പേരിൽ ഒരാളായിട്ട് അവളെ തെരഞ്ഞെടുത്തത് അത് ഭയങ്കര സന്തോഷം തന്നെ. ആർക്കും അങ്ങനെ അത്ര ബുദ്ധിമുട്ട് നമുക്ക് ഇപ്പൊ കൈ ഉണ്ടായാലും നമ്മൾ പലതും ചെയ്യുന്നില്ല. അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇരിക്കുകയാണല്ലോ. അപ്പൊ അതൊന്നും വകവെക്കാതെ എല്ലാ ബുദ്ധിമുട്ടുകളും തരണം ചെയ്ത് ഞാന് ശാന്തിയില് ചാലക്കുടിയില് ഞങ്ങള് പഠിക്കാൻ ചെല്ലുമ്പോ ഇവള് അവിടെ ഉണ്ട് ചെറുത്. ഞാൻ 8 ചെല്ലുമ്പോ ഇവള് ഒരു 5ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലാന്ന് തോന്നുന്നു. അങ്ങനെയുണ്ട്. അന്ന് തുടങ്ങിയതാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു ആത്മബന്ധം. ഇന്ന് വരെ അത് നിലനിന്ന് പോയിട്ടുണ്ട്. എനിക്ക് ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോ ഞാൻ ഇവളുടെ മുഖമാണ് ഞാൻ ഓർക്കുക. കാരണം അവൾക്ക് അത് ചെയ്യാൻ പറ്റുന്ന ഉണ്ടെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നാണ് എനിക്ക് ഏത് സങ്കടമോ വിഷമോ അല്ലെങ്കിൽ എന്ത് വരുമ്പോഴായാലും ഞാൻ ഇവളുടെ മുഖമാണ് ആലോചിക്കാറ്. ഇന്നും അന്ന് മുതല് ഇന്ന് വരെ നമ്മള് ആ സൗഹൃദം വളരെ സന്തോഷപൂർവ്വം കൊണ്ടടക്കാണ്. എനിക്ക് ഒരുപാട് സന്തോഷം തരാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി നന്ദി പറയുന്നതിനായിട്ട് നമ്മൾ ജിഫിനെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. 250-ാം സ്നേഹസംഗമം വളരെ സന്തോഷത്തോടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ നന്ദി പറയുക എന്ന കർത്തവ്യമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇന്നത്തെ സംഗമത്തിൽ സ്നേഹസംഗമത്തിൽ അധ്യക്ഷനായ അഖിൽ കുമാറിനെയും പിന്നെ നമ്മുടെ ദർശന ക്ലബിന്റെ ഡയറക്ടറായി ഈ മീറ്റിംഗിൽ അച്ഛന് എത്തിപ്പെടാൻ സാധിച്ചില്ലെങ്കിലും അച്ഛനെയും ഈ സ്നേഹസംഗമത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ സെന്റ് അലോഷ്യസ് ബോർഡിംഗ് ഹൗസ് എൽത്തുരുത്ത് റവറൻഡ് ഫാദർ ആൽജോ കൊമ്പൻ CMA ഒത്തിരി സ്നേഹത്തോടെ ഞാൻ നന്ദി അറിയിക്കുന്നു. അടുത്തതായി നന്ദി പറയുന്നത് മുഖ്യ അതിഥിയായി ഇവിടെ വന്നിരിക്കുന്ന റിട്ടയർഡ് HM NMLP സ്കൂൾ കുളിമുത്തം ലാലി ടീച്ചറെ ഒത്തിരി സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അടുത്തത് നന്ദി പറയുന്നത് വിശിഷ്ട അതിഥിയായി ഇവിടെ എത്തിച്ചേർന്ന
ഹൈസ്കൂൾ അധ്യാപിക, ജോമോ പബ്ലിക് സ്കൂൾ, ചുണങ്ങം വേലി, ആലുവ ശ്രീമതി രാഗി ടീച്ചർക്ക് ഒത്തിരി സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു, ടീച്ചറുടെ അസാന്നിധ്യത്തിലും. ഇനി അടുത്തതായി നന്ദി പറയുന്നത് തിരുഹൃദയ ഗ്രൂപ്പ് അംഗം, പുളീനം സ്കൂൾ സ്റ്റാഫ്, മികച്ച BLO ആയി തെരഞ്ഞെടുത്ത് കുമാരി ഡെറ്റിക്ക് ഒത്തിരി സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. ഇനി നന്ദി പറയുന്നത് നമ്മുടെ ഈ പ്രോഗ്രാം അതിമനോഹരമായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലീന MJ നടിക്ക് ഒത്തിരി സ്നേഹത്തോടെ ഞാൻ നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഇന്ന് ഈ സ്നേഹ സംഗമത്തിൽ അതിമനോഹരമായി പ്രാർത്ഥനാഗാനം ആലപിച്ച ചേച്ചിക്കും ഞാൻ ഒത്തിരി സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. സ്വാഗതം പറഞ്ഞ LCTPക്കും റിപ്പോർട്ട് അവതരിപ്പിച്ച ജോസ് ചേട്ടനും നമ്മുടെ PO ആയ പിയൂസ് കോട്ടപ്പുറം ചേട്ടനും ദർശന സർവീസിന്റെയും ദർശന ക്ലബിന്റെയും പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ വിവിധ ഗ്രൂപ്പുകളിൽ നിന്ന് വന്ന ലീഡർമാർ, ഗ്രൂപ്പ് ഇൻചാർജുമാർ എല്ലാവർക്കും സ്നേഹസമൂഹത്തിന്റെ പേരിലും എന്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഞാൻ നന്ദി അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു. വളരെ മനോഹരമായി ജിഫിൻ എല്ലാവർക്കും നന്ദി പറഞ്ഞു. പോരായ്മകളും ഇല്ലായ്മകളുമാണ് പുതിയ ജീവിതത്തിന് വഴിയൊരുക്കുന്നത്. പ്രത്യാശയുടെ പുലരെ ആശംസിച്ചുകൊണ്ട് ഏവർക്കും ഈസ്റ്ററിന്റെ ആശംസകൾ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് അടുത്ത ശനിയാഴ്ച ഏറ്റവും സ്നേഹത്തോടെ ഒത്തുകൂടാമെന്ന പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ നന്ദി, നമസ്കാരം. ലീന MJ നാട്ടിക.